ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. അച്ഛാ, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വചനത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ? നിങ്ങളുടെ കുടുംബത്തിലും ചിലർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണ്ടേ? ഓ ദൈവത്തിന്റെ ആത്മാവേ, എന്റെ വീട്ടില്, എന്റെ വ്യക്തി ജീവിതത്തില് ഈ വചനത്തിന്റെ ശക്തി സംഭവിക്കപ്പെടട്ടെ. എന്നെയും തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ വന്നു തോടണേ. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്റെ സ്വഭാവം മാറ്റും, പരിശുദ്ധാത്മാവ് നിന്റെ അവസ്ഥ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ നമ്മൾ പ്രധാനമായും 5 തിരുവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കാൻ പോവാണ്. ബൈബിൾ ഉള്ളവരൊക്കെ തുറന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനം പഠിക്കണം. ഒന്നാമത്തെ തിരുവചനം അത് ജെറമിയായുടെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 30 വേഴ്സ് 17. 30-ാം അധ്യായം 17-ാം തിരുവചനം. പരിശുദ്ധാത്മാവിലൂടെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഇതാ ജെറമിയ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മരിയൻ കൺവെൻഷനിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം നിന്നുകൊണ്ട് ഈ വചനത്തിന്റെ ശക്തി നമ്മളിൽ സംഭവിക്കും. നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാം. നല്ല ഒന്നാന്തരം വചനമാണ്, പഠിച്ചോണം. ജെറമിയയുടെ പുസ്തകം ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 30 30-ാം അധ്യായം 17-ാം തിരുവചനം നമുക്ക് വായിക്കാം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് വചനം. ഇത് ശ്രദ്ധിച്ചു വായിച്ചേ. വലതുകരം ഉയർത്തിപ്പിടിച്ചാലോ. നമുക്ക് ഈ വചനം സ്വന്തമാക്കി എടുക്കാവേ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നല്ല ഒച്ചത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തോണം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും ക്ഷീണിതരാം. ഏറ്റെടുത്തോളൂ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? വീണ്ടും ആരോഗ്യം നൽകുന്നു. നിന്റെ മുറിവുകൾ കർത്താവ് സുഖപ്പെടുത്തും. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ വലിയ ഒരു സന്ദേശം നൽകുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതേ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതാ വചനം നൽകുന്ന വാഗ്ദാനം എന്താണ്? നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളൂ. ഏതെങ്കിലും തരത്തിൽ ശാരീരിക രോഗപീഠകളാൽ അസ്വസ്ഥപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ വചനം ഈ സമയം തന്നെ സ്വന്തമാക്കി സ്വീകരിച്ചോണം. ജെറമിയയുടെ പ്രവചനം 30-ാം അധ്യായം 17-ാം തിരുവചനം. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ഇതങ്ങോട്ട് സ്വന്തമാക്കിക്കണം. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, എന്നിട്ട് ഇപ്പോൾ നീ അനുഭവിക്കുന്ന ശാരീരിക രോഗപീഠ അതെന്താണോ ആ പീഡയിലേക്ക് ഇപ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. ചെറുതും വലുതുമായ അനേക തരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നവരോടെ ഉണ്ടല്ലോ.
ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ച് ഈ വചനം അങ്ങ് സ്വീകരിച്ചോളൂ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റിയ കർത്താവ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. കർത്താവെ, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ജെറമിയ 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ വചനത്തിന്റെ ശക്തി എന്നിൽ സംഭവിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി എന്നിൽ സംഭവിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി എന്നിൽ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണടച്ചോളൂ. നിങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും, പാരമ്പര്യ രോഗപീഠകളാണെങ്കിലും, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാണെങ്കിലും, ഇപ്പോൾ ഈ വചനത്തിന്റെ ശക്തിയാൽ വിശ്വസിച്ചേറ്റെടുക്കപ്പെടട്ടെ. ഒരു കാരണവശാലും എന്റെ ജീവിതത്തിൽ ഇനിമേൽ ഒരു രോഗവും ഒരു രോഗപീഠകളും ഒരു തിന്മയും എന്നെ പീഡിപ്പിക്കാൻ കർത്താവെ ഇടവരുത്തല്ലേ. ഈ വചനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇതാ ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. കർത്താവെ, അങ്ങെനിക്ക് വീണ്ടും ആരോഗ്യം നൽകുന്നു, എന്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്നു. കർത്താവ്, ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. കർത്താവ്, ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്നൊന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി സംഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ. ജീവിതത്തിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാവിലെ അങ്കമാലിക്കടുത്ത് കറുകുറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ളൊരു ചേട്ടൻ കഴിഞ്ഞ ധ്യാനത്തിന് പങ്കെടുത്തതാണ്. താമസിച്ചുള്ള പോട്ടാശ്രമത്തിലെ ധ്യാനത്തിൽ പങ്കെടുത്തതാണ്. പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതരം രോഗം. ആശുപത്രിയിൽ പോയി ഡോക്ടർമാര് അത് ചില ശരീരഭാഗങ്ങളിൽ നിന്ന് ചില രക്തമൊക്കെ എടുത്ത് പരിശോധനയ്ക്ക് ചില സ്ഥലത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഡോക്ടർമാര് പറഞ്ഞു ഒരാഴ്ചത്തെ കഴിഞ്ഞിട്ട് തിരിച്ചു വാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ, അപ്പൊ റിസൾട്ട് പറയാം. ഇയാള് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. ധ്യാനത്തിൽ പങ്കെടുത്തത് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഡോക്ടർമാര് പറഞ്ഞു ഈ അടയാളങ്ങളെ കണ്ടിട്ട് ഇന്ന രോഗമാണെന്ന് തോന്നുന്നു. ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വിഷമം, വല്ലാത്ത വിഷമം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രകാരത്തിലാണ് ധ്യാനത്തിലിരുന്ന് ഇയാൾ വചനമൊക്കെ കേട്ട് പോയത്. ഈ വചനം ഇയാൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. ജെറമിയായുടെ പ്രവചനം 30-ാം അധ്യായം 17-ാം തിരുവചനം, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ധ്യാനം വ്യാഴാഴ്ച കഴിഞ്ഞു. ശനിയാഴ്ച ഇയാള് ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടർ വിളിച്ച് മുമ്പിലിരുത്തിയിട്ട് പറഞ്ഞു, സഹോദര, കർത്താവിന് സഹോദരന്റെ മേൽ വലിയ സ്നേഹമുണ്ട്. കാരണം ക്രിസ്ത്യാനിയായ ഡോക്ടർ പറഞ്ഞു, താങ്കള് ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ദൈവത്തിന് നിങ്ങളോട് അത്രമേൽ സ്നേഹമുണ്ട്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ രോഗബാധയുടെ ഒരംശം പോലുമില്ല. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ. ഇന്നലെ സാക്ഷ്യം പറയാൻ വേണ്ടി ധ്യാന മന്ദിരത്തിൽ വന്നിട്ട് ഇയാൾ പറയാ, അച്ഛാ, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വചനത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണ്. വെറുതെ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ. ഈ വചനം സ്വന്തമായിട്ട് അങ്ങ് സ്വീകരിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ വരുത്തും. വിശ്വസിക്കുന്നവര് വലതുകരമുയർത്തി ഒച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയതുപോലെ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്കും മാറ്റങ്ങൾ വരും. എന്തവസ്ഥയാണെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ശാരീരിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ദുഃഖത്തിന്റെ അവസ്ഥയാണെങ്കിൽ വചനം നിനക്ക് നൽകുന്ന ഉറപ്പ്, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ വചനം ജെറമിയായുടെ തന്നെ പ്രവചനം 31-ാം അധ്യായം 9-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 9.
31 അധ്യായം 9 തിരുവചനം. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു വചനമാണ്. ഈ വചനം അങ്ങ് സ്വീകരിച്ചോണേ. നല്ല ഒന്നാന്തരം വചനമാണ്. വായിക്കാം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമ്മൾ ഏറ്റെടുക്കുന്നു. ഉച്ചത്തിലേറ്റു പറഞ്ഞോളൂ. ജെറമിയായുടെ പുസ്തകം 31 അധ്യായം 9 തിരുവചനം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിരിക്കുന്ന അനേകം പേര് കണ്ണുനീരോടെയാണ്. എന്നാൽ വചനം നൽകുന്ന എന്താണ് ഉറപ്പ്? കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ആര്? കർത്താവ്. ഭർത്താവല്ല. ഭർത്താവ് ആശ്വസിപ്പിച്ചിട്ട് ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ കണ്ണുനീര് ഏത് വിഷയത്തെ കുറിച്ചാണെങ്കിലും ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ പോട്ടാശ്രമത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ 8 വർഷക്കാലം ഡൽഹിയിൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിലായിരുന്നു. അവിടെ ഒരു സ്ത്രീ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അച്ഛാ, ഞാൻ ഈ ധ്യാനം പങ്കെടുക്കുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഭർത്താവിന്? ഒന്നും പറ്റാനൊന്നുമില്ല, നല്ല ഒന്നാന്തരം കുടിയനാണ്, മദ്യപാനിയാണ്. അതോടൊപ്പം തന്നെ അച്ഛാ 5 പാക്കറ്റ് സിഗരറ്റ് ഇയാൾ വലിക്കും. മദ്യം വലി മോശമില്ലല്ലോ, ബാക്കിയൊക്കെ അച്ഛന് ഊഹിക്കാമല്ലോ. ഈ സ്ത്രീ പറഞ്ഞ, അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. അയാൾ വന്നിട്ടില്ല, അയാൾ വരത്തുമില്ല. പക്ഷെ അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ പ്രാർത്ഥിക്കുന്ന എന്റെ ഭർത്താവ്, അച്ഛാ, അയാളിലൊരു മാനസാന്തരം ഉണ്ടാവണം. കുറെ നാളായ അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ കണ്ണുനീരോടെ വന്നിരിക്കുന്നത്, ഞാനിത് ചോദിച്ചു മേടിക്കും. ഈ സ്ത്രീയുടെ ഒരു വിശ്വാസം കാണണം. ഈ സ്ത്രീ പറയാം, അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിൽ മാറ്റം ഉണ്ടാവും. ഈ സ്ത്രീക്ക് അത്രമേൽ വലിയ വിശ്വാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൽ പങ്കെടുത്തു നാളുകളൊക്കെ കഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ ഇവരെ കുറിച്ച് പുതിയ ചില അറിവുകൾ കിട്ടിയത്. ഡൽഹിയിൽ നിന്ന് ഇവരിപ്പോ ന്യൂസിലൻഡിലാണ്. ഈ കഴിഞ്ഞ നാളിൽ കിട്ടിയ അറിവനുസരിച്ച് ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? അച്ചോ, ഞാനന്ന് എന്റെ കർത്താവിന്റെ മുമ്പിൽ ചോദിച്ചു മേടിക്കൊന്നും പറഞ്ഞില്ല, വാശി പിടിച്ച്. കർത്താവ് എനിക്ക് വേണ്ടി കൃപ ചൊരിഞ്ഞച്ചാ. അച്ഛാ, ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഭർത്താവിൽ വന്ന മാറ്റം എന്താണെന്നറിയോ? അയാളൊരു ബാറിൽ കൂട്ടുകാരന്മാരുടെ കൂടെ കുടിക്കുന്നു. അച്ഛാ, അയാൾ കുടിക്കാൻ വേണ്ടി ഗ്ലാസ് എടുത്തിട്ട് അയാൾക്ക് ചുണ്ടോടടുപ്പിക്കാൻ പറ്റുന്നില്ലെന്ന്. അച്ഛാ, ചുണ്ടോടടുപ്പിക്കാൻ പറ്റിയില്ലെന്ന്. ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ബാറില് കൂട്ടുകാരുടെ കൂടെ ഇരുന്നുകൊണ്ട് മദ്യപിക്കുമ്പോ അയാൾക്ക് ഇത് ചുണ്ടോടടുപ്പിക്കാൻ പറ്റുന്നില്ല, മദ്യം. ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, അത് അന്ന് തുടങ്ങിയ മാറ്റം ഉണ്ടല്ലോ, എന്റെ ഭർത്താവിൽ അത്ഭുതകരമായ മാറ്റം. ഞങ്ങൾക്ക് ചില ജോലി പ്രൊമോഷനാ കിട്ടി. പിന്നെ ഞങ്ങൾ ഇതാ അച്ഛൻ ന്യൂസിലൻഡിൽ എത്തിയിരിക്കുന്നു. ഇപ്പൊ എന്റെ ഭർത്താവ് ഒരു പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മദ്യവും പുകവലിയും ഒക്കെ നിർത്തിയെന്ന്. ദിവസം 5 പാക്കറ്റ് സിഗരറ്റ് വലിച്ചോണ്ടിരുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ കുടുംബത്തിലും ചിലർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അത്ഭുതം അവിടെ സംഭവിക്കും. അവരിപ്പോ വന്നിട്ടുണ്ടാകുന്ന നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ തന്നെ അവസ്ഥ നിങ്ങൾക്കറിയാം. ചിലർ ഈ കൺവെൻഷന് വേണ്ടി വിളിച്ചു വന്നില്ല. അവര് ചോദിച്ചു, വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അത്യാവശ്യമുണ്ട്, യൂട്യൂബിൽ ഇരുന്ന് കണ്ടാ പോരെ. ആവശ്യത്തിന് ധ്യാനവും പ്രാർത്ഥനയും കൺവെൻഷനൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഈ മരിയൻ കൺവെൻഷനും പോണോ?
നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒന്നാമത് തിരക്ക് പിടിച്ച ദിവസങ്ങള്, എന്തെല്ലാം കാര്യങ്ങള്. ഈ വൈകുന്നേര സമയത്ത് വീട്ടിലിരുന്നോണ്ട് നമുക്ക് ഇച്ചിരി കൊച്ചു വർത്താനം പറയാൻ കിട്ടുന്ന സമയത്ത് നീ എന്തിനാ അവിടെ പോയിരിക്കുന്നേ? എന്നിട്ടും നിങ്ങൾ ഇവിടെ ത്യാഗമെടുത്ത് വന്നിട്ടില്ലേ? നിങ്ങൾ മനസ്സ് വെച്ച് ഇവിടെ ഇരുന്നോണ്ട് പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിങ്കിലേക്ക് ഇന്നയാളെ ഞാൻ ചേർത്ത് വെക്കുന്നു. മാറ്റം ഉണ്ടാകും. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടൊരു വചനം പഠിപ്പിക്കുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ഹല്ലേലൂയ. 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 എത്ര വലിയ കണ്ണുനീരാണെങ്കിലും, ശ്രദ്ധിച്ചോളൂ, എത്ര വലിയ കണ്ണുനീരാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. രണ്ട് കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചോളൂ. ഏത് കണ്ണുനീരാണ് നിന്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്നത്? ഇതാ വചനം നിനക്ക് നൽകുന്ന ഉറപ്പ്, നിന്നെ കർത്താവ് ആശ്വസിപ്പിക്കും, നിന്റെ വഴി സുഗമമായിരിക്കും. ചില വഴികൾ അടഞ്ഞു പോയില്ലേ? ചില കാര്യങ്ങൾ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് ഭാരപ്പെടുന്നവരുണ്ട്. കുടുംബത്തിലെ ചിലരെ ഓർത്ത് വല്ലാണ്ട് വ്യസനിക്കുന്നവരുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുക. ഓ ദൈവത്തിന്റെ ആത്മാവേ, എന്റെ വീട്ടിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കട്ടെ. ജെറമിയ പ്രവചനം 31 അധ്യായം 9 തിരുവചനത്തിന്റെ ശക്തി. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തി എന്റെ വീട്ടിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, എന്റെ വീട്ടില്, എന്റെ വ്യക്തി ജീവിതത്തില് ഈ വചനത്തിന്റെ ശക്തി സംഭവിക്കപ്പെടട്ടെ. കാലാകാലങ്ങളായി അടഞ്ഞുകിടക്കുന്ന വഴികൾ, കാലാകാലങ്ങളായി അനുഭവിക്കുന്ന തടസ്സങ്ങൾ, ഓ കർത്താവിന്റെ ആത്മാവേ, എടുത്തു മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഓ ദൈവത്തിന്റെ ആത്മാവേ, എന്റെ വീട്ടിൽ സംഭവിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിത അവസ്ഥ മാറിയതുപോലെ നിന്റെ ജീവിത അവസ്ഥയും മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 100% വിശ്വസിച്ച് ഏറ്റെടുത്തോളൂ. എന്റെ ജീവിത അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്റെ ജീവിത അവസ്ഥ മാറും. നിന്റെ ജീവിത അവസ്ഥ. എന്നെയൊന്നു തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ വന്നു തോടണേ. എന്നെ ഒന്ന് തൊടണമേ. എന്നെയൊന്നു തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ വന്നു തോടണേ. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെയൊന്നു തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ വന്നു തോടണേ. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം നൽകുന്നു. ഇതാ പുതിയൊരവസ്ഥയെ നിന്നെ കർത്താവ് ക്രമീകരിക്കുന്നു. ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. വിവാഹം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ മനസ്സിലെ വലിയ ഭാരം, ഈ കുടുംബത്തോട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കുക. എന്നെ അത് തൊടണേ. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് കുടുംബത്തില് ആരോടെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് എന്നെ തൊടണേ. മറ്റുള്ളവരെ അല്ല, എന്നെ തൊടണേ, എന്നെ തൊടണേ പരിശുദ്ധാത്മാവേ. എന്നെയൊന്നു തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ വന്നു തോടണേ. എന്നെ തൊടണമേ. എന്നെയൊന്നു തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ വന്നു തോടണേ. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച്, ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അൽത്താർ എന്നുള്ള അഭിഷേകം നിന്റെ മേൽ ഒഴുകുന്നു. നീ വിശ്വസിച്ചോളൂ, കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. എന്നെയൊന്നു തോടണേ, ഇപ്പോൾ തന്നെ തോടണേ, ഉന്നതൻ
വന്നു തൊടണേ. എന്നെ തൊടണമേ, എന്നെയൊന്നു തൊടണേ, ഇപ്പോൾ തന്നെ തൊടണേ, ഉന്നതൻ വന്നു തൊടണേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ പരിശുദ്ധ അൽത്താർ എന്നുള്ള അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും ഒഴുകപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ ശക്തി, പുതിയ അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. അസ്വസ്ഥത കർത്താവ് മാറ്റട്ടെ. കർത്താവിന്റെ ആത്മാവ് നയിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ആരാധന 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 ആരാധന. നെറ്റിയില് കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക, അനുഗ്രഹിക്കുക. അതിനുശേഷം സാധിക്കുന്നവർ മുട്ടുകുത്തുക, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. കർത്താവെ, ഈ കൂടാരം അത്ഭുതത്തിന്റെ ഒരു കൂടാരമായി ഉയർത്തണമേ. വിശ്വസിച്ച് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നിയോഗങ്ങളുടെ മേലും കർത്താവെ എന്നെ ആശീർവദിക്കണമേ. വിശ്വസിച്ച് ഈശോയെ നോക്കി രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവിന്റെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നെയൊന്നു തൊടണേ, യേശുവേ, ഇപ്പോൾ തന്നെ തൊടണേ, യേശുവേ, ഉന്നതൻ വന്നു തൊടണേ. എന്നെ ഒന്ന് തൊടണമേ കർത്താവേ. എന്നെയൊന്നു തൊടണേ, ഇപ്പോൾ തന്നെ തൊടണേ, ഉന്നതൻ വന്നു തൊടണേ. യേശുവേ, എന്നെയൊന്നു തൊടണേ, ഇപ്പോൾ തന്നെ തൊടണേ, ഉന്നതൻ വന്നു തൊടണേ. ഉന്നതൻ വന്നു തൊടണേ.